Dear students, in our last classes, I was giving an awareness about the residential status and its theory portion. In today's class, I am directly going to the determination of the residential status of individual problem side. So, in that, firstly, we have to study what are the basic conditions and additional conditions. So, we can move to the question. Mr. Vinu came to India first time during the previous year 2020-21. During the previous year, he stayed in India for 48 days, 184 days, 160 days. Determine his residential status for the assessment year 2021-22. ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ വിനു ആണ് നമ്മുടെ അസസി. ഈ വിനു ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആയ 2020-21 ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇനി വന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് സിറ്റുവേഷൻ പ്രകാരം പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ 48 ദിവസം ഉണ്ടായിരുന്നു. രണ്ടാം സിറ്റുവേഷൻ പ്രകാരം പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ 184 ഡേയ്സ് ഉണ്ടായിരുന്നു. ദെൻ മൂന്നാം സിറ്റുവേഷനിൽ പറയുന്നത് 160 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കണ്ടീഷനിലും 48 ദിവസം ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് റെസിഡൻസ് സ്റ്റാറ്റസ് എന്താവുമെന്നും 184 ഡേയ്സ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താവുമെന്നും 160 ഡേയ്സിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താവുമെന്നും നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പേഴ്സൺ ആരാണ്. പേഴ്സൺ ഇവിടെ വിനു ആണ്. വിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ആണ്, ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ മൂവ് ടു ദ ബേസിക് കണ്ടീഷൻസ്. ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവുകയും വേണം. അതിന് തൊട്ട് മുന്നേ വരുന്ന 4 വർഷം കൊണ്ട് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ ഈ 2 ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റായി, ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോൺ റെസിഡൻ്റായി. ഓക്കെ, ഇനി റെസിഡൻ്റ് ആവുകയാണ് എങ്കിൽ നമ്മൾ ഏതിലേക്ക് പോവും? നമ്മൾ അഡീഷണൽ കണ്ടീഷനിലേക്ക് പോവും. അഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റിൽ പറയുന്നത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 10 പ്രീവിയസ് ഇയറിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. ദെൻ രണ്ടാമത്തത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 7 പ്രീവിയസ് ഇയറിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ 2 അഡീഷണൽ കണ്ടീഷൻസിൽ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആവുകയും 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇതിന് പുറമെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് പോർഷൻ, അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്നതിന് ചില ആളുകൾക്ക് എക്സംഷൻ ഉണ്ട്. ഇതിൽ 3 കാറ്റഗറീസിനാണ് എക്സംഷൻ വരുന്നത്. ഒന്ന്, പേഴ്സൺസ് ലീവിങ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ്. രണ്ടാമത്തത്, ക്രൂ മെമ്പർ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. മൂന്നാമത്തത്, ഇന്ത്യൻ ഒറിജിൻ ഓർ ഇന്ത്യൻ സിറ്റിസൺ. ഈ 3 കാറ്റഗറിക്കും ഈ 60 ഡേയ്സ് അല്ല നമ്മൾ നോക്കുക. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ എന്നല്ല നമ്മൾ നോക്കുക. ആ 2 കേസ്, ഈ 3 ആളുകളുടെ കേസിൽ നമ്മൾ നോക്കുന്നത് അവരുടെ ടോട്ടൽ ഇൻകം നമ്മൾ നോക്കുകയും ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഇൻകം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോറിൻ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോറിൻ ഇൻകം ഇല്ലാത്ത ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് 60 ഡേയ്സ് ഓർ മോർ അല്ല, 120 ഡേയ്സ് ഓർ മോർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, അതായത് ഫോറിൻ ഇൻകം ഇല്ലാണ്ട് വരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ അവിടെ 60 ഡേയ്സും അല്ല 120 ഡേയ്സും അല്ല, നമ്മൾ എന്താ നോക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ, 182 ഡേയ്സ് ഓർ മോർ. അപ്പോൾ അവർ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടെങ്കിൽ അദ്ദേഹം എന്തായി മാറുകയാണ് ചെയ്യുന്നത്? റെസിഡൻ്റായി മാറുകയാണ് ചെയ്യുന്നത്. So that's about the basic conditions and additional conditions. So we can directly move to the answer of that question. That is, in the first case, 48 days. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വിനു 48 ദിവസം നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് കണ്ടീഷൻസ് നോക്കുന്നു. ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിലധികമോ ഉണ്ടായിരിക്കണം. അതായത് 20-21 കാലഘട്ടത്തിൽ 182 ദിവസം അതിലധികമോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ആകെ 48 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ നോട്ട് സാറ്റിസ്ഫൈങ് നമ്മൾ എഴുതി വയ്ക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നമ്മൾ നോക്കും. ഇവിടെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പറയുന്നത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം അതിലധികമോ അതിന് തൊട്ട് മുന്നേ വരുന്ന 4 വർഷം കൊണ്ട് 305 ദിവസം അതിലധികമോ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആകെ 48 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഈ 60 ഡേയ്സ് എന്നുള്ളത് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾക്ക് ഈ 4 ഇയേഴ്സ് പ്രിസീഡിങ് ടു റെലവൻറ്റ് പ്രീവിയസ് ഇയർ 365 ഡേയ്സ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിനു ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്.
ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിലാകെ 48 ദിവസമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ പോർഷനും എന്ത് ചെയ്തിട്ടില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലെന്താണ്, ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ, ബേസിക് കണ്ടീഷൻ 1ഉം സാറ്റിസ്ഫൈഡ് അല്ല, ബേസിക് കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കറിയാം എന്താണ്, വിനുവിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തായി മാറുകയാണ് ചെയ്യുക, നോൺ റെസിഡൻ്റ് ആവുകയാണ് ചെയ്യുക. മിസ്റ്റർ വിനു ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ for the assessment year 2021-22. So that's about the first situation. Now moving to the next situation. In the next situation, it is saying that Minu is staying in India for 184 days. 184 ദിവസം നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണമായി തന്നെ നമ്മൾ ബേസിക് കണ്ടീഷൻ 1 എടുത്തു. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസത്തിൽ കൂടുതലുണ്ടോ, ഉണ്ടല്ലോ, 184 ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. Then രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 days or 60 days and 4 years preceding to the relevant previous year 365 days. അതിൽ ആദ്യത്തത് 60 ദിവസം. 60 ദിവസം എന്നുള്ള 184 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 days എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലെ ഫസ്റ്റ് പോർഷൻ ഓക്കെയാണ്. ദെൻ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസം ഉണ്ടോ എന്നുള്ളത് നോട്ട് സാറ്റിസ്ഫൈയിങ് ആണ്. പക്ഷേ നമുക്കിതിൽ രണ്ടാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിനുവിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായി മാറും, റെസിഡൻറ്റ് എന്നുള്ളതായി മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈയിങ്, ഹെൻസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വിനു വിൽ ബി കമ്മിങ് റെസിഡൻറ്റ്. ഇനി ഇങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോക്കണം, നമ്മൾ ഏതിലേക്ക് പോകണം, നമ്മുടെ അഡീഷണൽ കണ്ടീഷനിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ എന്താണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അഡീഷണൽ കണ്ടീഷൻ 1 പറയുന്നത് 2 out of 10 പ്രീവിയസ് ഇയർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വിനു ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരിക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 10 വർഷത്തിലെ 2 വർഷമൊന്നും ഇന്ത്യയിൽ വിനു ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതേമാതിരി തന്നെയായിരിക്കും രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനും അല്ലേ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 പ്രീവിയസ് ഇയറിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ വിനുവിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായി മാറും, വിനു ഈസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. So I think this is okay. Now moving to the next case, that is the third situation. That is Vinu is residing in India for 160 days. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 160 ദിവസം വിനു ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ പോലെ ബേസിക് കണ്ടീഷൻ നോക്കി. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആകെ 160 ദിവസമല്ലേ ഉള്ളൂ, 182 ദിവസം വരുന്നില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ നോക്കി, റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം. എങ്ങനെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, കാരണം 160 ദിവസം ഉണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്, 4 വർഷം കൊണ്ട് 365 ദിവസം അല്ലേ. നെക്സ്റ്റ് വിനു ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒപ്പം സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. അതായത് 60 ദിവസം സാറ്റിസ്ഫൈ ചെയ്യണം, 305 ദിവസം 4 വർഷം കൊണ്ട് എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താലേ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തോടത്തോളം കാലം വിനുവിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായി മാറും, നോൺ റെസിഡൻ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ മിസ്റ്റർ വിനു ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. So students, please write this problem in your notebook and study well. Okay, thank you.